പത്മശ്രീ ലഭിച്ചതിൽ സന്തോഷമെന്ന് സംഗീതജ്ഞ ഓമനക്കുട്ടിയമ്മ പ്രതികരിച്ചു. പുരസ്കാരം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഓമനക്കുട്ടിയമ്മ പറഞ്ഞു. മീര എം കെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഫാത്തിമ ബീവിക്കും ലക്ഷ്മി ഭായിക്കുമെല്ലാം ഒപ്പം കേരളത്തിന് ഒരു പുരസ്കാര തിളക്കം കൂടി. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഓമനക്കുട്ടി അമ്മയാണ്. ടീച്ചറെ, എന്നെ സംഗീതം പഠിപ്പിച്ചിട്ടില്ല, എന്നാലും ടീച്ചറെ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയായിരുന്നു ആദ്യം ഈ വിവരം അറിഞ്ഞ ഉടനെയുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? എന്താണ് മനസ്സിൽ ഫസ്റ്റ് വന്നത്? ഒരു അതിശയത്തോടു കൂടിയുള്ള സന്തോഷം ആയിരുന്നു. സംഗീതത്തെക്കുറിച്ച് പറയുന്നില്ല, സംഗീതം ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ എത്രത്തിലായിരുന്നു അവരുടെയൊക്കെ പ്രതികരണങ്ങൾ? 1-2-3 പേരൊക്കെ വിളിച്ചിരുന്നു. അവരൊക്കെ വലിയ സന്തോഷമായിട്ടാണ് പറഞ്ഞത്. ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയാണ്? എൻ്റെ ഭർത്താവിനെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. ഞാൻ പാടി വളരെയധികം ഉയരത്തിലെത്തണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയല്ലോ. പിന്നെ മിസ് ചെയ്യുന്നത് എൻ്റെ ജ്യേഷ്ഠനെ MG രാധാകൃഷ്ണനെ. ചേട്ടൻ വളരെ സന്തോഷിച്ചതിന്. ഈ 2 വ്യക്തികളെ കുറിച്ച് ഇത് കിട്ടിയുടനെ ഓർത്തത് ഞാൻ ഇവരെ 2 പേരെയാണ്. പിന്നെ എൻ്റെ ഗുരുനാഥന്മാരെ. എന്തായാലും പത്മഭൂഷണും വിഭൂഷണം എല്ലാം കിട്ടി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.